ഹായ് ഫ്രണ്ട്സ്, ലേൺ പി എച്ച് ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇംഗ്ലീഷിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ചിൽഡ്രൻ ലവ് സ്വീറ്റ്സ്. ആഡ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗാണ്. സെൻറ്റൻസ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. സോ ടാഗ് എന്തായിരിക്കണം? ടാഗ് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം, കാരണം അതിൽ ടാഗ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തു. ബാക്കി 3 നോക്കിയാൽ മതി. ഇനി ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറലാണ്, സബ്ജക്റ്റ് പ്ലൂറലാണ്. സോ അതിൻ്റെ തേർഡ് ഫോം നോക്കിയാൽ മതി. ഏതായിരിക്കും? ഡേ ആണ്. ഡോൺ ഡേ ആണ് ആൻസർ. യൂസ് ദ കറക്റ്റ് വെർബ്. Iron as well as coal dash found here. Iron as well as coal. As well as വരുമ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് സബ്ജക്റ്റ് ഏതാണോ അതിൻ്റെ അത് പ്ലൂറലാണോ സിംഗുലർ ആണോ നോക്കിയിട്ടാണ് നമ്മൾ വെർബ് എഴുതുക. അപ്പോൾ അയൺ ആസ് വെൽ ആസ് കോൾ ഈസ് ഫൗണ്ട് ഹിയർ. ചൂസ് ദ പ്രിഫിക്സ് ദാറ്റ് റിവേഴ്സസ് ദ മീനിങ് ഓഫ് അറ്റൻറ്റീവ്. അതായത് അറ്റൻറ്റീവിൻ്റെ ഓപ്പോസിറ്റ്. ബി അറ്റൻറ്റീവ് ഇൻ ദ ക്ലാസ്, ഡോണ്ട് ബി എന്താ പറയുക? ഇൻഅറ്റൻറ്റീവാണ്. അറ്റൻറ്റീവിൻ്റെ ഓപ്പോസിറ്റ്. കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഇഫ് we had locked the gate, he dash inside. We had locked. if clause ആണ് അല്ലേ? if ആണ്. അപ്പോൾ if clause എങ്ങനെയാണ് തന്നിരിക്കുന്നത്? we had locked ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. സോ അങ്ങനെ തന്നെ വരണം. അപ്പോൾ ഇത് വരും we would not have, കമ്മും കൂടെ വേണമായിരുന്നു അവിടെ. would not have come inside. ആൻസർ ഡി ആണ്. will not വരില്ല, could not വരില്ല. വുഡ് നോട്ടും വന്നാൽ പോരെ, എന്ത് വേണം? വുഡ് നോട്ട് ഹാവ് വരണം. നെക്സ്റ്റ്, യൂസ് ദ റൈറ്റ് ആർട്ടിക്കിൾസ്. ഡാഷ് പ്രസിഡൻറ്റ് ഈസ് ഗോയിങ് ടു അഡ്രസ് ഡാഷ് പീപ്പിൾ നൗ. പ്രസിഡൻറ്റിന് മുമ്പ് എന്ത് വേണം? ദ വേണം. ദ പ്രസിഡൻറ്റ് ഈസ് ഗോയിങ് ടു അഡ്രസ് ദ പീപ്പിൾ നൗ. അപ്പോൾ ദ വരണം. ആൻസർ ബി ആണ്. ചൂസ് ദ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹി സെഡ് I am going out because I am feeling bored. ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ടെൻസ് ചേഞ്ച് ചെയ്യണം. അതായത് ഹി സെഡ് ഐ ആം ഗോയിങ് ഔട്ട് ബിക്കോസ് ഐ ആം ഫീലിംഗ് ബോർഡ്. ഇവിടെ ഏത് ടെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഐ ആം ഗോയിങ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഐ ആം ഫീലിംഗ് ബോർഡും സെയിം തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതൊന്ന് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് ചേഞ്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്ത് പറയണം? He said that he was going out because he was feeling bored. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ. I like working with Tom because he is a down to earth person. The idiom down to earth means, ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര സിമ്പിളായ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനുഷ്യനെയാണ് പറയുക ഡൗൺ ടു എർത്ത്. അപ്പോൾ ആ ആൻസർ വരുന്നത് എവിടെ? മീനിങ് വരുന്നത് സെൻസിബിൾ ആൻഡ് ഫ്രണ്ട്ലി ആണ്. ഓപ്ഷൻ എ ആണ്. സെൻസിബിൾ ആൻഡ് ഫ്രണ്ട്ലി ആണ് ഡൗൺ ടു എർത്ത് കൊണ്ട് വരുന്നത്. പുവർ അല്ല, സ്റ്റുപ്പിഡ് അല്ല, പങ്ക്ച്വൽ ആൻഡ് സ്ട്രിക്റ്റ് എന്നുള്ള മീനിങ് വരുന്നില്ല. അപ്പോൾ ഏതാണ്? സെൻസിബിൾ ആൻഡ് ഫ്രണ്ട്ലി ആണ്. നെക്സ്റ്റ്, മൈ ചിക്കൻ ഹാസ് ഡാഷ് ആൻ എഗ് വിതൗട്ട് ഷെൽ. എപ്പോഴും വരാറുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഒത്തിരി ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്. ലേ, ലെയ്ഡ്, അതിൻ്റെ ആ ഒരു ഡിഫറൻസ്, മീനിങ്ങിലുണ്ടാകുന്ന ഡിഫറൻസ്. LIE ലൈ. അതായത് ഫസ്റ്റ് ഓപ്ഷനിൽ കാണുന്ന ലൈ എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? നുണ പറയുക എന്നുള്ളതാണ്. LIED അതതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. LAY ലേ എന്താണ്? കിടക്കുക, കിടന്നു, അങ്ങനെയുള്ള മീനിങ്ങാണ്. ലെയ്ഡ് ആണ് എന്ത്? ലെയ്ഡ് എഗ്സ്, മുട്ടയിടുക മീനിങ് വരുന്നത് LAID ലെയ്ഡ് ആണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി, ലെയ്ഡ്. ചിക്കൻ ഹാസ് ലെയ്ഡ് എഗ്സ് എന്ന് പറയുമ്പോൾ LAID ആണ്. ലേ ഇൻ ബെഡ് LAY ലേ ആണ്. ഓക്കെ. വി വിൽ സെൽ അവർ ഫർണിച്ചർ ബിഫോർ വി ലീവ്. ഇതെന്താ വരുന്നത് എന്ന് പറയുന്നത്? പാസീവ് വോയിസ് എഴുതാനാണ് പറയുന്നത്. വി വിൽ സെൽ അവർ ഫർണിച്ചർ ബിഫോർ വി ലീവ്. പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റിൽ വേണം തുടങ്ങാൻ. വി വിൽ സെൽ എന്താണ്? അവർ ഫർണിച്ചറാണ്. അപ്പോൾ അവർ ഫർണിച്ചറാണ് ഇതിൻ്റെ ഒബ്ജക്റ്റ്. സോ നമ്മൾ അവർ ഫർണിച്ചർ എഴുതി. ഇനി എന്ത് വേണം? വിൽ സെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറാണ്. ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് വേർഡ് ആഡ് ചെയ്യണം? ബി ആഡ് ചെയ്യണം. അവർ ഫർണിച്ചർ വിൽ ബി സോൾഡ്
ബിഫോർ വി ലീവ്. അതാണ് ആൻസർ. അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അവർ ഫർണിച്ചർ ആർ സോൾഡ് അങ്ങനെ പറയില്ല. പാസീവ് വോയിസിലെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏത് ടെൻസാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ ഓരോ വേർഡ്സ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വിൽ സെൽ ആയതുകൊണ്ട് വിൽ ബി സോൾഡ് വരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇംപറേറ്റീവ് സെൻറ്റൻസ്? ഇംപറേറ്റീവ് മീൻസ് എന്താണ്? സെൻറ്റൻസ് 4 ടൈപ്പാണ്: അസർട്ടീവ്, ഇംപറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി. അതിൽ ഇംപറേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അഡ്വൈസ്, ഓർഡർ, റിക്വസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സെൻറ്റൻസുകളാണ് നമ്മൾ ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുക. ഇവിടെ ഇപ്പോൾ ഷീ ഈസ് ആസ് ഫിറ്റ് ആസ് എ ഫിഡിൽ, അതൊരു അസർട്ടീവ് സെൻറ്റൻസ് ആണ്. നെവർ ടെൽ ലൈസ് അതാണ് എന്താണ്? അതൊരു അഡ്വൈസ് ആണ് അല്ലേ? അഡ്വൈസ് ആണ്. അപ്പം ഒരു റിക്വസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പൺ ദ ഡോർ, ഷഡ്, അങ്ങനെ ഒരു ഓർഡർ ഇടുക, ഷഡ് ദ ഡോർ, ഓപ്പൺ ദ ഡോർ എന്നുള്ള ഓർഡേഴ്സ് ഇടുക, അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ വരുന്നതാണ്. അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കുക. അത്തരം സെൻറ്റൻസുകളാണ് ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ക്യാൻ യു ഗീവ് മീ ദ ആൻസർ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇൻറ്ററോഗേറ്റീവ് ആണ്. വാട്ട് എ സ്ട്രേഞ്ച് നെയിം അതേതാണ്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഓക്കെ, താങ്ക് യു.